ഓയ് എന്തു പറ്റി? അന്ന് നീ സ്റ്റേജിൽ കിടന്ന് ഭയങ്കര ബഹളമായിരുന്നല്ലോ. നീ വാ എന്ന് പറഞ്ഞു. ഇപ്പൊ എന്തായി? എന്താ പിള്ളേ? അല്ല, അത് പെണ്ണുങ്ങള് തമ്മിലുള്ള കാര്യമാ. അതിന് എന്നെ പറഞ്ഞയച്ചിരിക്കുക. എന്താ കാര്യം എന്ന് പറയൂ. അത് മുടി വളരാനേ നമ്മുടെ പെമ്പറന്നോത്തി ഏതാണ്ടൊക്കെ ഇട്ട് കാച്ചി അവള് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാ. ഒരു ഇത്തിരി എണ്ണ ഉണ്ടാക്കി ഇവിടത്തെ കുഞ്ഞിനെന്ന് പറഞ്ഞ് തന്നയച്ചിരിക്കുക. കുഞ്ഞില്ലേ ഇവിടെ? ഉണ്ടുണ്ട്. ഇങ്ങോട്ട് വാ. എന്താ പിന്നെ നടക്കുമ്പോ ഒരു കിലുക്കം? അല്ല, ഒരു ഗുസ്തി കഴിഞ്ഞ മട്ടുണ്ടല്ലോ, ആകെ ഒന്ന് വേർത്ത്. അത് പിള്ളേ ഇവിടെ കുട്ടിക്കാലത്ത് കുറച്ച് ഡാൻസ് പഠിച്ചിട്ടുണ്ടേ. അത് മറന്നുപോയെന്നറിയാൻ വേണ്ടി ചുമ്മാ ഒന്ന് കളിച്ചു നോക്കിയതാ. ഒരു ഗുണവും എല്ലാം മറന്നു. ഈ എണ്ണ അങ്ങോട്ട് ഏൽപ്പിക്കുക. ഇത് മുടക്കാതെ തേച്ചോണം. അവള് പറയുന്നത് മുടി പനങ്കുല പോലെ അങ്ങോട്ട് വളരുമെന്നാ. ഗോപിപ്പിള്ള ഏതെണ്ണയാ പതിവായിട്ട് തലേ തേക്കുന്നത്? അയ്യോ, എന്റെ തല നോക്കി ഈ എണ്ണയുടെ മാറ്റി നിശ്ചയിക്കരുത്. എന്ന് പറഞ്ഞാ എന്റെ തലയിലെടുത്തൊരു പരിവായതിനു ശേഷം അവളെന്നെ കെട്ടിയത്. അപ്പൊ ഞാൻ അങ്ങോട്ട്. എന്താടേ സബ് ഇൻസ്പെക്ടറുടെ ഭാര്യയ്ക്ക് മുടി വളരാൻ എണ്ണ? ഇനി എന്തു വേണം? ഞാൻ കിട്ടാം. മതിയടി. ആ ബെൽറ്റ് നേരിട്. ആ ബെൽറ്റ്. നീ തന്നെ. ഓ എടി, നിന്റെ തന്ത ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടില്ലേടി? പിന്നെ എന്തിനാ നക്കാപ്പിച്ച വാങ്ങിക്കുന്നത്? ആ, അത് അച്ഛന്റെ കാശ്. ചേട്ടന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു പ്രത്യേക സുഖമല്ലേ? പിന്നെ കൊള്ളാം. ഞാനിനി എന്നും ഓരോ രൂപ വാങ്ങിക്കും. എല്ലാം പ്രത്യേകിച്ച് സൂക്ഷിച്ചു വെക്കും. അതെന്തിനാടി? അത് ഈ വീട്ടിൽ നമ്മളെ കൂടാതെ ഇനി ഒരാൾ കൂടി വരില്ലേ? ഓ എന്ന്. വരും വരും വരും. അപ്പൊ ആദ്യമായിട്ടൊരു ഉടുപ്പ് ഇതുകൊണ്ട് വാങ്ങിക്കും. എന്നാല് ഉടനെ നീ ഈ പൊടുപ്പൊന്നും വാങ്ങണ്ട. ആദ്യം നീ ചാട്ടവും ബഹളവും ഒക്കെ നിർത്തി ഒരു നല്ല ഭാര്യ എന്നിട്ട് ആലോചിക്കാം ആള് വേണോ വേണ്ടോ എന്നുള്ള കാര്യം. കുട്ടാ, നമ്മൾ നുടക്കിയില്ലല്ലോടാ. എന്താ രാവിലെ അടിച്ചകത്ത് കയറിയോ? ഏതാ നിന്റെ സെക്ഷൻ? അറിയില്ല. ഏട്ടങ്ങനെ അറിയൂ. എന്താ റൈറ്റർ, എങ്ങനെയുണ്ട് അസുഖം? കുറവുണ്ടെന്നോ കൂടുതലാണെന്നോ? കുറവുണ്ട്. ആരാ ഗോപിപ്പിള്ള നമ്മുടെ ലോക്കപ്പിൽ പുതിയൊരു കക്ഷി? അത് നമ്മുടെ മണ്ടൻ കേശവനാ. മണ്ടൻ കേശവനോ? ഇന്ന് 1-ാം തീയതി അല്ലേ സാറ്? 1-ാം തീയതി ലോക്കപ്പിൽ ഒരു പുള്ളിയെങ്കിലും ഇല്ലെങ്കിൽ അത് സ്റ്റേഷൻ ഒരു ഐശ്വര്യക്കടാ. അല്ല, ചാർജ് ഒന്നും ഇല്ലാതെ പിടിച്ച് അകത്താക്കാന്ന് വെച്ചാൽ? അതാ അവന്റെ ഒരു വേന്മ. എപ്പോ കയറി പിടിച്ചാലും ഒരു 3-4 കേസെങ്കിലും അവന്റെ കാണും. ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അതൊക്കെ പിന്നെ പറ്റിയ കേസുകളാ. അവനെ ഇങ്ങോട്ടൊന്ന് വിളിക്കണം. സാറ് വിചാരിച്ചിട്ട് കാര്യമുള്ള കേസ് അല്ലത്. ഇവനൊക്കെ പോലീസോ കോടതിയോ വിചാരിച്ചാൽ പോലും നന്നാവുന്ന വകയിൽപ്പെട്ടതല്ല. നാണമില്ലെന്നേ. ഇവനെ സംബന്ധിച്ചിടത്തോളം പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറയുന്നത് ഒരുതരം ടൂറിസ്റ്റ് ബംഗ്ലാവ് പോലെ. ഇവനെ ഞാൻ ഗണപതിക്ക് കുറിച്ചിട്ടേ ഉള്ളൂ. പിന്നെ നല്ല രാശിയുള്ളവനാ. ഒരു ഗുണമുള്ളത്, ഏത് അർദ്ധരാത്രി എന്ന് അത്യാവശ്യത്തിന് വിളിച്ചാലും ശരി ഇങ്ങനെ പോരും. കൊതറുകയല്ല. പറഞ്ഞു തീർത്തില്ലേ ഇതേവരെ?
വെറുതെ പോലീസ് സ്റ്റേഷനിൽ വരണം, പിന്നെ കോടതി പോകണം, ആകെ മെനക്കേടാവും. നിങ്ങൾ അമ്മാവനും മരവനും അല്ലേ? പറഞ്ഞു തീർത്ത് ആരറിയാൻ പോകുന്നു? ആ തീർക്കുന്നതാ നല്ലത്. ആ ആ. എന്തോ വീട്ടിൽ അടുക്കള നേരിച്ചു. ഓ പിന്നെ ഇറങ്ങടി, ഉം. ഇങ്ങോട്ട് ഇറങ്ങി 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 ഇറങ്ങ ഇങ്ങോട്ട് ഇറങ്ങടി. ആ, ദേ ഞാൻ ഒരു കാര്യം പറയട്ടെ. പോലീസ് സ്റ്റേഷൻ ആടി. അച്ഛൻ വന്നു. വരട്ടെ. അച്ഛൻ വന്നെന്ന്. വരട്ടടി. നീ എന്തുവാ ഈ പേടിപ്പിക്കുന്നേ? അച്ഛൻ എസ്റ്റേറ്റിൽ പോയതാ, ആ വഴി വന്നതാ. അതിനിപ്പോ എന്ത് വേണം? അച്ഛൻ പറഞ്ഞ ചേട്ടനെ കൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ. നീ എങ്ങനെ ഇങ്ങോട്ട് വന്നത്? കാറിൽ. എന്താ അതിനകത്ത് അച്ഛനിരിക്കാൻ സ്ഥലമില്ലായിരുന്നു? നേരെ ഇങ്ങോട്ട് വരായിരുന്നല്ലോ. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എടി, യൂണിഫോം ഇട്ട് സ്റ്റേഷനിൽ ഇരിക്കുന്നതിനാണ് നിന്റെ ചേട്ടന് സർക്കാർ മാസാമാസം ശമ്പളം തരുന്നത്. അല്ല, ഞാൻ ഈ യൂണിഫോമിൽ തന്നെ വന്ന് നിന്റെ അച്ഛനെ കാണണം നിനക്ക് നിർബന്ധമാണെങ്കിൽ നിന്റെ അച്ഛൻ വല്ല കുറ്റകൃത്യവും ചെയ്തിരിക്കണം. അങ്ങനൊന്നുമില്ലല്ലോ. ഒന്ന് വാ ചേട്ടാ. മോളെ, നീ കൊച്ചു പെണ്ണ്, നിനക്കൊന്നും അറിഞ്ഞൂടാ. ഈ യൂണിഫോം എന്നൊക്കെ വെച്ചാൽ വലിയ വിലയുള്ള സാധനമല്ലേ. നിന്റെ അച്ഛനത് അറിഞ്ഞൂടാ. മോളിൽ ചെന്ന് അച്ഛനെ പറഞ്ഞൊന്ന് മനസ്സിലാക്കി. എനിക്ക് ഒരുപാട് ജോലിയുണ്ട്, നീ പോ. ഓടി. ആളായതാ.